കേരളത്തിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. വിവാദങ്ങൾ ഉണ്ടാക്കുക, പുകയുണ്ടാക്കുക, അമിട്ട് വിടുക, വെടിവെക്കുക, പിന്നെ മര്യാദയ്ക്കിരിക്കുക. ഇത് കേരളത്തിൻ്റെ ഒരു ശാപമാണ്. എല്ലാ ചാനലുകളും വെടിപൊട്ടിക്കും. സ്വപ്ന വിഷയം എന്നാ വെടിയാ വെച്ചത് ചാനലുകൾ, സരിത വിഷയം, ഇങ്ങനെ സോളാർ വിഷയം, ഓരോ വിഷയങ്ങൾ വരുമ്പോൾ പടപടപടപടാ പൊട്ടും. അതുപോലെ പപ്പടം പോലെ പൊട്ടിച്ച ഒരു വലിയ ആഘോഷം തിമിർപ്പായിരുന്നു. തൃശ്ശൂർ പൂരം പോലെ പടപടാ പൊട്ടിയ ഒരു ആഘോഷ രാവുകളായിരുന്നു എല്ലാ ചാനലുകൾക്കും. റിപ്പോർട്ടർ ചാനൽ, 24, ഏഷ്യാനെറ്റ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മനോരമ, പിന്നെ കൈരളി, എല്ലാവരും, മീഡിയ വൺ, സകല ചാനലുകൾ, ജയ് ഹിന്ദ് ഒഴിച്ചുള്ള എല്ലാ ചാനലുകളും ആഘോഷ തിമിർപ്പിലായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടുക എന്നുള്ളത്, അതിൽ വിജയിക്കുകയും ചെയ്തു. നമ്മൾ വിജയിച്ച്, പിന്നെ ഡിജിറ്റൽ ചാനലുകളുമുണ്ട്. വിജയിച്ചത് എന്താണ്? അദ്ദേഹത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് സ്ഥാനം പോയി, പ്രസിഡന്റ് സ്ഥാനം പോയി, അദ്ദേഹത്തിൻ്റെ പിന്നെ പാർലമെൻ്ററി അംഗത്വം പോയി, അങ്ങനെ അദ്ദേഹം പൂട്ടുന്ന നിലയിലേക്ക് എത്തി. പക്ഷെ പ്രശ്നം അവിടെ അതല്ല. ഹേമ കമ്മിറ്റിയിൽ ഇത് തന്നെയാണ്. വലിയ പുക ഉണ്ടാക്കിയാണ് പെൺകുട്ടികൾ, വനിതകൾ, സ്ത്രീകൾ പുറത്തു വന്നത്. മുകേഷ് മർദ്ദിച്ചു, മുകേഷ് പീഡിപ്പിച്ചു, സിദ്ദിഖ് പീഡിപ്പിച്ചു, ഇടവേള ബാബു പീഡിപ്പിച്ചു, ബാബുരാജ് പീഡിപ്പിച്ചു, പിന്നെ അവർ പീഡിപ്പിച്ചു, ഇവർ പീഡിപ്പിച്ചു, അങ്ങനെ വഴിയെ പോയ സകലവരും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കുറേ സ്ത്രീകൾ വന്നു. അവസാനം അവർ കമ്മീഷൻ കയറി മുറുകി കേസിൻ്റെ വക്കിലെത്തിയപ്പോൾ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഇൻവെസ്റ്റിഗേഷൻ ടീം SIT ഒക്കെ ഉണ്ടാക്കി വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ഗവൺമെൻറ് നീക്കിയപ്പോൾ ഇവർ ചാടിക്കളഞ്ഞു. പരാതിയില്ല എന്ന് പറഞ്ഞു. പിന്നെ കേസ് മുമ്പോട്ട് പോകുന്നില്ല. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയില്ലെന്നാണ് ആരോപണം ഉന്നയിച്ചവർ പറയുന്നത്. മൊഴി കൊടുത്തു അവർ പലരും, പക്ഷേ പരാതിയില്ല അവർക്ക്. എങ്ങനെയാണ് പരാതിയില്ലാതെ മുന്നോട്ട് പോകുന്ന ഈ കാര്യങ്ങൾ? അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചോട് പറയാനുള്ളത്, നിങ്ങൾ ഒന്നുകിൽ ഇതെല്ലാം നിങ്ങളുടെ കൂടി സുഖത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ നിങ്ങൾ അത് അനുഭവിക്കുക, ആ സുഖം അനുഭവിക്കുക. നിങ്ങൾ ട്രാപ്പ് ചെയ്യപ്പെട്ടതാണെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ അത് പറയാതിരുന്നാൽ നിങ്ങളുടെ കാര്യം, സ്വകാര്യ കാര്യം. പക്ഷെ പറയുകയാകുമ്പോൾ അത് പൊതുകാര്യമായി വരും. അങ്ങനെ പൊതുകാര്യമായി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങൾ കേസ് കൊടുക്കണം. നമ്മുടെ ഐഷ പോറ്റി MLA, നേരത്തെ മുൻ MLA, കൊട്ടാരക്കരയിലെ മുൻ CPMൻ്റെ MLA ഐഷ പോറ്റി, അവരുടെ ഒരു ബൈറ്റ് വന്നിരുന്നു. ഞാൻ ഏതോ ചാനലിൽ കണ്ടത്. അവർ പറഞ്ഞതാണ് കറക്റ്റ്. ആ മാഡം LLB കാരി കൂടിയാണ്, അഡ്വക്കേറ്റാണ്. അവർ പറഞ്ഞതാണ് കറക്റ്റ്. ധൈര്യമായി വരണമെന്നേ. കേസ് ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ട്രാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും കടിയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർ ധൈര്യമായി വന്ന് കേസ് എന്തായാലും അവർ പറഞ്ഞല്ലോ. പിന്നെ അവർ പരസ്യമായി അവർ പറഞ്ഞാലും ഇല്ലെങ്കിലും അവരെ പേരെല്ലാവർക്കും അറിയാം. പിന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്നും അബോർട്ട് ചെയ്യപ്പെടാൻ പ്രേരിപ്പിച്ചു എന്നൊക്കെ പറയുന്ന സ്ത്രീകളുടെ പേര് സകലവർക്കും അറിയാം. ഫോട്ടോ എല്ലാവരും കണ്ടതല്ലേ. അപ്പോൾ നിങ്ങൾ പരാതി കൊടുക്കുക. ഉണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കേസുകൾ മുന്നോട്ട് പോകാൻ പറ്റും. ക്രൈം ബ്രാഞ്ചിന് എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് നിയമോപദേശം തേടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കേസില്ലെങ്കിൽ പിന്നെ ആരോപണം ഉന്നയിച്ചവർ കേസില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ, അല്ലെങ്കിൽ കേസ് കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ മുമ്പോട്ട് പോകുക കേസ്? അതുകൊണ്ട് വനിതകളോട് പറയാനുള്ളത്, നിങ്ങൾ ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണം ഗൗരവമായി സമൂഹം എടുക്കണമെങ്കിൽ, ആരോപണ വിധേയരായിട്ടുള്ളവർ വേട്ടക്കാരായാലും വേട്ടക്കാർ ശിക്ഷിക്കപ്പെടണമെങ്കിൽ, വേട്ടക്കാരെ പൊതുസമൂഹം അറിയണമെങ്കിൽ, ഇരകളാകുന്നവർ, അതിജീവിതകളാകാൻ നിൽക്കുന്നവർ തീർച്ചയായും കൃത്യമായി കേസ് എഴുതി കൊടുക്കണം. നിങ്ങൾ തെളിവുകൾ നൽകണം. അല്ലാതെ ഡിജിറ്റൽ ലോകത്ത്, ഈ വാട്സപ്പിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലോകത്ത് ഒരുപാട് ഫേക്ക് പരിപാടികൾ ചെയ്യാൻ പറ്റുന്ന കാലത്ത് അതിന് സ്ത്രീകൾ തല കൊണ്ട് വെച്ച് കൊടുക്കരുത്. നിങ്ങൾ കേസ് കൊടുക്കുക. അങ്ങനെ കാര്യങ്ങൾ തിരിച്ചു വരട്ടെ. ഭാരതീയ ന്യായ സംഹിത, ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് IPC ഒക്കെ അനുസരിച്ചിട്ടുള്ള 78(2) 351 പോലീസ് ആക്ടിലെ 120 വകുപ്പുകളാണ് FIR-ൽ ചുമത്തിയത്. 3 വർഷം വരെ തടവും പിഴയും കിട്ടാവുന്നതാണ്. 78(2) വകുപ്പ് തെളിവുകൾ കിട്ടിയില്ലെങ്കിൽ കേസ് അവസാനിപ്പിക്കേണ്ടി വരും. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടന്മാർക്കെതിരെ ഉൾപ്പെടെ ദേശീയ ലൈംഗിക കേസുകളെല്ലാം പോലീസ് അവസാനിപ്പിച്ചു. ഇതിപ്പോൾ 2ാമത്താണ്. അപ്പോൾ നമുക്ക് ആഘോഷമാണ്, വെടിവെപ്പാണ്, പടക്കം പൊട്ടിക്കലാണ്. അത് കഴിഞ്ഞാൽ നനഞ്ഞ പടക്കം പോലെ എല്ലാവരും പോകും. ചാനലുകാർ അടുത്ത വിഷയം തിരക്കി പോകും. അപ്പോൾ അങ്ങനെ കേരളം ഇടയ്ക്കിടയ്ക്ക് വിവാദമുണ്ടാക്കുന്ന വിവാദങ്ങളുടെ സ്വന്തം നാടായി തുടരും.